തിരുവനന്തപുരത്ത് KSRTC ബസ് ഡ്രൈവർ മദ്യപിച്ചെന്ന് കള്ള ആരോപണം ചെയ്ത് വൈരാഗ്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥാപനത്തിൽ പ്രശ്നമായിരിക്കണം. അദ്ദേഹം മദ്യപിക്കാത്ത ആളാണ്. അദ്ദേഹത്തിനെ മനഃപൂർവ്വം വൈരാഗ്യപൂർവ്വം മദ്യപാനാക്കി അയാളുടെ പേരിൽ കേസെടുത്തിരിക്കണം. ഇത് നിരപരാധികളൊക്കെ ഇങ്ങനെ കേസെടുക്കുന്നതെല്ലാം വിഡ്ഢിത്തരമാണ്. ഇതിനെല്ലാം മദ്യപിക്കുന്നതെല്ലാം ഇങ്ങനെ മണപ്പിച്ച് നോക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട്, മെഷീനൊക്കെ ഉണ്ട്. അത് ചെയ്ത് നോക്കിയിട്ട് വേണം അവരെയൊക്കെ ശിക്ഷിക്കാൻ. അങ്ങനെയാണെന്നൊക്കെ ഈ ലോകത്ത് നിയമം അനുകൂലമായിട്ട് വരുന്നില്ല ആർക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, 6 വയസ്സുകാരനെ മാളയിൽ 6 വയസ്സുകാരനെ കുളത്തിൽ ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തിയത്. പ്രകൃതി വിരുദ്ധ പീഡനം. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കുട്ടിയെ ഉപയോഗിച്ച് ഇതാണ് കാരണം. കുട്ടി ജാമ്പ കൊടുക്കാമെന്ന് പറഞ്ഞ് കുട്ടിയെ വിളിച്ച് കുട്ടിയെ അതിന് വിസമ്മതിച്ചത് കാരണം ആ കുട്ടി വീട്ടിൽ പറയുമെന്നായപ്പം ഇവന് പിന്നെ അത് നിൽക്കക്കള്ളിയില്ലാതായി. കുട്ടി എന്തായാലും കൊന്നുകളയാമെന്ന് വിചാരിച്ച് കുട്ടിയെ ആ കുളത്തിൽ ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തി. ഈ ലോകത്ത് ഇതൊക്കെ ഇനി മാറി കിട്ടണമെങ്കിൽ ഈ നിയമം മൂലം ഇതൊന്നും മാറി കിട്ടുന്നില്ല. ഓരോ ദിവസം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. 16 വയസ്സുകാരനെ 3 നാൾ മുമ്പേ മരിച്ച് കിണറിനകത്ത് കണ്ടില്ലേ, കാണാതിരുന്ന് കിണറിനകത്ത് കിടന്നു. ഇതെല്ലാം പ്രകൃതി പീഡനത്തിന് മുതിർന്ന ആണുങ്ങൾ പിന്നെ അപായപ്പെടുത്തിയൊക്കെ കിണറിലിട്ടതാവാം. ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് വരുമ്പോൾ ഒരുപാട് ലോകം അറിയും. ഈ പ്രതിയെ അറിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നാട്ടുകാരങ്ങ് ഏൽപ്പിക്കണം. നിയമം മൂലം പോയാൽ കാലതാമസം ഉണ്ടാവും. ഈ 6 വയസ്സായ നല്ല കുരുന്ന് ജീവന അമ്മമാർ പ്രസവിച്ച് വളർത്തി ആറ്റുനോറ്റ് കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ വളർത്തിയെടുത്തത് ഇവന്മാർക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഭാര്യയ്ക്കുള്ള ലൈംഗികപരമായിട്ട് ഉള്ള പ്രവൃത്തിക്കാണ്. ഇവൻ്റെയൊക്കെ കാമവെറികളെ തീർക്കണമെങ്കിൽ നാട്ടുകാർക്ക് ഇവനെയൊക്കെ വിട്ടുകൊടുക്കണം. നാട്ടുകാർ ഇവന്മാരെ കൈകാര്യം ചെയ്യുക. അല്ലാതെ നിയമം കൈകാര്യം ചെയ്ത് അതിന് ഉത്തരം വരുമ്പം കാലതാമസം വർഷങ്ങളെടുക്കും. അതുകൊണ്ട് ഇവൻ്റെ ആ കാമവെറിയുള്ള സാധനത്തിനെ അറുത്ത് കൊണ്ടുവന്ന് പച്ചയ്ക്ക് അവൻ്റെ ജീവനോടെ പരസ്യമായിട്ട് അറുത്ത് കൊണ്ടുവന്ന് ഈ കുളത്തിൽ തന്നെ ഇടണം. അങ്ങനെ ആയാലേ ഇനി വേറെ ഒരു ഉത്തമന്മാർ പോലും ഈ പ്രകൃതിദത്ത പീഡനത്തിന് തയ്യാറാവുകയുള്ളൂ. ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇങ്ങനെ രഹസ്യമായിട്ട് മുട്ടായി കൊടുക്കാമെന്നും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്നും പിന്നെ സ്കൂളിലത്തെ ആവശ്യങ്ങൾക്ക് ഫീസില്ലാതെ കുട്ടികൾ ഭാരപ്പെടുന്നുണ്ട്. അമ്മമാർ ഇല്ലാതെയും കഷ്ടപ്പെടുന്നവരുണ്ട്. കൂലിപ്പണിക്കാരാണ്, ഫീസില്ലാതെ ഭാരപ്പെടുന്നുണ്ട്. അതെല്ലാം കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥരിരിക്കുന്നവന്മാർ പോലും വണ്ടികളും